അന്താരാഷ്ട്രത്തിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷ സാധ്യതകളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ട് അതിനെ ചെറുക്കാനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണ് ഇന്ത്യ. പ്രതിരോധ രംഗത്തെ അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുകയാണ്. ഇപ്പോഴത്തെ 7 തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്ത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO കേന്ദ്ര സർക്കാരിന്റെ ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ട് പദ്ധതിക്ക് കീഴിലാണ് ഈ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തത്. ആത്മനിർഭർ ഭാരത് ദർശനത്തിന് കീഴിൽ വികസിപ്പിച്ചെടുത്ത ഈ 7 പുതിയ സാങ്കേതിക വിദ്യകളും DRDO സായുധ സേനയ്ക്ക് കൈമാറി. അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്ത്യയെ ശാക്തീകരിക്കുക, നിർണായക പ്രതിരോധ സാങ്കേതിക വിദ്യകളിലും സംവിധാനങ്ങളിലും സ്വയം പര്യാപ്തത കൈവരിക്കുക, 3 സേനകളും നിഷ്കർഷിക്കുന്ന ആവശ്യകതകൾക്കനുസൃതമായി നമ്മുടെ സായുധ സേനകളെ അത്യാധുനിക ആയുധ സംവിധാനങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച് സജ്ജമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണിത്. സ്വയം പര്യാപ്തത കൈവരിക്കാനും അഗ്നി, പൃഥ്വി, പരമ്പര മിസൈലുകൾ, ലഘു യുദ്ധവിമാനങ്ങൾ, തേജസ് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ, പിനാക്ക വ്യോമ പ്രതിരോധ സംവിധാനം, ആകാശ് റഡാറുകളുടെയും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളുടെയും വിപുലമായ ശ്രേണി മുതലായവ പോലുള്ള തന്ത്രപരമായ സംവിധാനങ്ങളുടെയും പ്ലാറ്റ്ഫോമുകളുടെയും വിജയകരമായ തദ്ദേശീയ വികസനവും നിർമ്മാണവും DRDOയുടെ ലക്ഷ്യങ്ങൾ ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് വൻ കുതിപ്പ് നൽകിയിട്ടുണ്ട്. ഫലപ്രദമായ പ്രതിരോധം സൃഷ്ടിക്കുകയും നിർണായകമായ ലിവറേജ് നൽകുകയും ചെയ്തു. കൂടാതെ വായുമാർഗമുള്ള സ്വയം സംരക്ഷണ ജാമറുകൾക്കുള്ള തദ്ദേശീയ ഹൈ വോൾട്ടേജ് പവർ സപ്ലൈ, നാവിക ജെറ്റുകൾക്കുള്ള വേലിയേജ്, കാര്യക്ഷമമായ ഗാംഗ്വേ, നൂതനമായ വളരെ കുറഞ്ഞ ഫ്രീക്വൻസി, ഉയർന്ന ഫ്രീക്വൻസി സ്വിച്ചിംഗ് മാട്രിക്സ് സിസ്റ്റങ്ങൾ, അണ്ടർ വാട്ടർ പ്ലാറ്റ്ഫോമുകൾക്കുള്ള VLF ലൂപ്പ് ഏരിയലുകൾ, ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾക്കുള്ള തദ്ദേശീയ വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിച്ച ലിഥിയം അയൺ ബാറ്ററികളിൽ നിന്നും ലിഥിയം വീണ്ടെടുക്കുന്നതിനുള്ള ഒരു നൂതന പ്രക്രിയ, സുസ്ഥിരമായ അണ്ടർ വാട്ടർ സെൻസിംഗ് നിരീക്ഷണ ആപ്ലിക്കേഷനുകൾക്കായി ദീർഘായുസുള്ള കടൽ ജല ബാറ്ററി സിസ്റ്റം എന്നിവയാണ് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സംഘടന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ. DRDO ഭവനിൽ വെച്ച് പ്രതിരോധ ഗവേഷണ വികസന വകുപ്പ് സെക്രട്ടറിയും DRDO ചെയർമാനുമായ സമീർ V കാമത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന DRDOയുടെ എംപവേർഡ് കമ്മിറ്റി യോഗത്തിലാണ് സാങ്കേതിക വിദ്യകൾ കൈമാറിയത്. തന്ത്രപരമായ ബഹിരാകാശ, നാവിക, ഇലക്ട്രോണിക് യുദ്ധ സാങ്കേതിക വിദ്യകളിലായി വ്യാപിച്ചു കിടക്കുന്ന പുതിയ 12 പദ്ധതികൾക്ക് അംഗീകാരം നൽകിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിർണായകവും ഉയർന്നു വരുന്നതുമായ സാങ്കേതിക മേഖലകളിൽ ആഭ്യന്തര ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിദേശ സാങ്കേതിക വിദ്യകളിലുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഈ അംഗീകാരങ്ങൾ അടിവരയിടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. TDFന് കീഴിലുള്ള വിവിധ വിഭാഗത്തിലുള്ള പദ്ധതികൾക്കുള്ള അംഗീകാര സമീപനത്തെക്കുറിച്ച് കമ്മിറ്റി ചർച്ച ചെയ്യുകയും സേവനങ്ങളുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രപരവും സാങ്കേതികവുമായ ആവശ്യകതകളുമായി സമയബന്ധിതവും യോജിപ്പും ഉറപ്പാക്കുന്നതിന് പദ്ധതികളുടെ പൂർണ്ണമായ പ്രോസസ്സിംഗ് ത്വരിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെയും ഊന്നി പറഞ്ഞു. വിജയകരമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളുടെ രൂപരേഖയും തുടർന്നുള്ള ഏറ്റെടുക്കൽ പ്രക്രിയ സുഗമമാക്കുന്നതിനും തടസ്സമില്ലാതെ നടപ്പിലാക്കുന്നതിനുമുള്ള വഴികളും കമ്മിറ്റി ചർച്ച ചെയ്തു. വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളുടെ വേഗത്തിലുള്ള ഇൻഡക്ഷനും പ്രവർത്തന വിന്യാസവും ഉറപ്പാക്കുന്നതിന് പ്രധാനപ്പെട്ട നയവിന്യാസവും സംവിധാനങ്ങൾ പ്രാപ്തമാക്കുന്നതും ശുപാർശ ചെയ്തതായി മന്ത്രാലയം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിന് കീഴിൽ TDF പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കുന്നതിലൂടെ തദ്ദേശീയ പ്രതിരോധ നവീകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് DRDO ചെയർമാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.